പാലാ നഗരസഭയിൽ LDFന്റെ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച ഇന്ന് നടക്കും. രാവിലെ 11 മണിക്കാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ UDF അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് കൗൺസിലർമാർ വിപ്പ് ലംഘനം നടത്തുമോ എന്നതാണ് നിർണായകമാകുക. സ്വതന്ത്ര മുന്നണിക്ക് കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണ പിൻവലിക്കുമെന്ന് പരസ്യ പ്രതികരണം നടത്തിയതിനു പിന്നാലെയാണ് LDFന്റെ അവിശ്വാസ പ്രമേയം. മിഥുൻ മുരളി പാലയിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പാലയിലേക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല. പാല ആര് കടക്കും എന്ന വലിയ ചോദ്യം വീണ്ടും ഉയരുകയാണ്. എപ്പോഴാണ് ഈ അവിശ്വാസ പ്രമേയം സംബന്ധിച്ചുള്ള ചർച്ചകളും നടപടികളും ആരംഭിക്കുക, മിഥുൻ? ഗൗതം, രാവിലെ 11 മണിക്ക് LDFന്റെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. 26 അംഗ നഗരസഭയിൽ 14 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ അവിശ്വാസം പാസ്സാകും. LDFന് 11, UDFന് സ്വതന്ത്ര മുന്നണിയുടെ പിന്തുണയില്ലാതെ 10 അംഗങ്ങൾ എന്നിങ്ങനെയാണ് ഉള്ളത്. 2 പേരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ ഈ അവിശ്വാസ പ്രമേയം LDFന് പാസ്സാക്കിയെടുക്കാൻ നിലവിൽ സാധിക്കും. 11 പ്ലസ് ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ LDFനുണ്ട്. അതുകൂടാതെ LDF ഇതര 2 കൗൺസിലർമാരുടെ പിന്തുണ കൂടി LDFന് ലഭിച്ചാൽ LDFന്റെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺമാരിൽ ഒരാളായിട്ടുള്ള ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്യും. ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവരുമ്പോൾ അതിന് പിന്നണിയിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അതിനുള്ള കളമൊരുക്കി നൽകിയത് UDF കൗൺസിലർമാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പിന്തുണ പിൻവലിക്കുകയാണ് എന്ന പരസ്യ പ്രതികരണം കോൺഗ്രസ് കൗൺസിലർമാർ നടത്തുകയും അതിന് പിന്നാലെയാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. 6 മാസക്കാലം മാത്രമാണ് പാലാ നഗരസഭയിൽ സ്വതന്ത്ര മുന്നണിക്ക് ഭരണകാലയളവ് ഇതിനോടകം ഉണ്ടായിട്ടുള്ളൂ. ഇതിനിടയിൽ നിരവധി തവണ UDF കൗൺസിലർമാരും പ്രത്യേകിച്ച് കോൺഗ്രസ് കൗൺസിലർമാരും സ്വതന്ത്ര മുന്നണിയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന തർക്കമാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. ദിയ ബിനു പുളിക്കക്കണ്ടം, ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടം, ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, ഈ 3 പേരടങ്ങുന്ന സ്വതന്ത്ര മുന്നണിയുടെ പിന്തുണയോട് കൂടിയാണ് UDF അവിടെ അധികാരത്തിൽ ഉള്ളത്. UDF അധികാരം നൽകി ഈ 3 സ്വതന്ത്ര മുന്നണി അവിടെ ഭരിക്കുമ്പോൾ നിരവധിയായിട്ട് പ്രശ്നങ്ങൾ ഇതിന് മുൻപുമുണ്ടായി. ഇത്തവണ ഏറ്റവും ഒടുവിൽ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് DYFയുടെ സമ്മേളനത്തിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഏറ്റവും വലിയ വിഷയമായി മാറുകയും ഒക്കെ ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിനുള്ളിലും 2 അഭിപ്രായമാണുള്ളത്. ഈ സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ പിൻവലിക്കേണ്ട എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ നിലപാടെങ്കിൽ സ്വതന്ത്ര മുന്നണിയെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാരും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പോവുകയായിരുന്നു. അങ്ങനെ കോൺഗ്രസിനുള്ളിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചോ, പിന്തുണ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ നടത്തിയിട്ടുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ഈ അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 6 കോൺഗ്രസ് കൗൺസിലർമാരാണ് പാലാ നഗരസഭയിലുള്ളത്. ഈ പാലാ നഗരസഭയിലെ കൗൺസിലർമാർ LDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നുള്ള സൂചനകൾ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയിരുന്നു. അങ്ങനെ പിന്തുണയ്ക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് കൗൺസിലർമാർക്ക് ഇപ്പോൾ നേതൃത്വം വിപ്പ് നൽകിയിട്ടുണ്ട്. യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ മനസാക്ഷിക്കനുസരിച്ച് തങ്ങൾ തീരുമാനങ്ങൾ എടുക്കും, ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള ചില കാര്യങ്ങൾ, സൂചനകൾ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് കോൺഗ്രസ് കൗൺസിലർമാർ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിർണായകമാവുക ഈ LDFന്റെ വിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണയ്ക്കുമോ എന്നുള്ളതുമാണ്. 2 അംഗങ്ങളുടെ പിന്തുണ മാത്രം ലഭിച്ചാൽ ഈ LDFന്റെ അവിശ്വാസ പ്രമേയം പാസ്സാകും. അത് കോൺഗ്രസ് കൗൺസിലർമാർ ഈ 2 അംഗങ്ങൾ പിന്തുണ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് LDFനുമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പാലായിൽ സംഭവിക്കാൻ പോവുകയാണ്. പാലായിൽ ഇന്ത്യ സഖ്യം നിലവിൽ വരും. CPM-ഉം CPI-യും കോൺഗ്രസും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിലൂടെ ഈ സ്വതന്ത്ര മുന്നണിയെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് പാലാ നഗരസഭ മാറുന്നു എന്നുള്ള ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഉറ്റുനോക്കുന്നത് 11 മണിയിലേക്കാണ്. 11 മണിക്ക് LDFന്റെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഈ കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ LDFന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉറ്റുനോക്കുന്നത്. ഓക്കെ മിഥുൻ, വ്യക്തമാണ്. എന്തായാലും 11 മണിക്ക് വീണ്ടും നമുക്ക് പാലയിലേക്ക് പോകാം. വലിയ തോതിലുള്ള രാഷ്ട്രീയ ട്വിസ്റ്റ് പാലയിൽ നടക്കുകയാണ്. LDFന്റെ അവിശ്വാസ പ്രമേയം 11 മണിക്കാണ്. കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഈ വിപ്പ് ലംഘിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ഒരുപക്ഷെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ സഖ്യം പാലയിൽ കൂടി യാഥാർത്ഥ്യമാകുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുകയാണ്. എന്തായാലും 11 മണിക്ക് വീണ്ടും നമുക്ക് പാലയിലേക്ക് പോകാം. മിഥുൻ മുരളി അവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ലൈവ് റിപ്പോർട്ട്സിൽ ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് തിരിച്ചു.